പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും അടവുകളും രൂപപ്പെടുത്തുന്ന ഐപാക് ഏജൻസിയുടെ ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെ അമേരിക്കയിലെ വിഖ്യാതമായ വാട്ടർഗേറ്റ് അഴിമതിയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുന്നത്. 1972 വാഷിംഗ്ടണിലെ വാട്ടർഗേറ്റ് കോംപ്ലക്സിലുള്ള ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റി ആസ്ഥാനത്ത് അന്നത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ അനുയായികൾ അതിക്രമിച്ചു കയറി രേഖകൾ മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവമാണ് വാട്ടർഗേറ്റ് സ്കാൻഡൽ. സമാനമായ രീതിയിൽ തന്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സ്ഥാനാർത്ഥി പട്ടികയും അടങ്ങുന്ന ഡിജിറ്റൽ വിവരങ്ങൾ ചോർത്താനാണ് കേന്ദ്ര ഏജൻസി ഐപാക് ഏജൻസിയിൽ റെയ്ഡ് നടത്തിയതെന്നാണ് മമതാ ബാനർജിയുടെ ആരോപണം. റിച്ചാർഡ് നിക്സൺ മോഷണമാണ് അനുയോജ്യമെന്ന് കരുതിയെടുത്ത് കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുള്ള റെയ്ഡാണ് BJPക്ക് പഥ്യമെന്നാണ് മമതാ ബാനർജി പറയുന്നത്. ഈ സംഭവത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഐപാക് ഗേറ്റ് എന്നാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ തകർക്കാൻ ഭരണകൂടം രഹസ്യ വിവരങ്ങൾ മോഷ്ടിക്കുന്നു എന്ന വാദം ഉയർത്തിയാണിത്. എന്നാൽ കൽക്കരി ഖനന അഴിമതിയിലെ കള്ളപ്പണ ഇടപാടുകൾ മാത്രമാണ് തങ്ങൾ അന്വേഷിക്കുന്നതെന്നും രാഷ്ട്രീയ വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചിട്ടില്ലെന്നുമായിരുന്നു ED ഇതിന് മറുപടി നൽകിയത്. മുഖ്യമന്ത്രി തന്നെ സ്ഥലത്തെത്തി രേഖകൾ കൊണ്ടുപോയത് തെളിവ് നശിപ്പിക്കലാണെന്ന് ED വാദിക്കുമ്പോൾ പാർട്ടിയുടെ സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തിയതെന്നാണ് മമതാ ബാനർജിയുടെ നിലപാട്. രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലെയും കാലഘട്ടങ്ങളിലെയും സംഭവങ്ങളാണെങ്കിലും രാഷ്ട്രീയ നിരീക്ഷണത്തിനും അധികാര ദുർവിനിയോഗത്തിനും ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് വാട്ടർഗേറ്റും കൊൽക്കത്തയിലെ നിലവിലെ സംഭവ വികാസങ്ങളും തമ്മിലുള്ള പ്രധാന ബന്ധമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്.